ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സൂര്യാലജീഷ്. വെൽക്കം ടു അവർ ഫാമിലി. എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നറിയോ? നമുക്ക് ഡെലിവറിക്ക് ശേഷം പെട്ടെന്ന് പീരീഡ്സ് ആകുമോ എന്ന് പലർക്കും സംശയമുണ്ട്. അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത്, നമുക്ക് ഡെലിവറിക്ക് ശേഷം പെട്ടെന്ന് പീരീഡ്സ് ആകുമോ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് താമസിച്ച് പീരീഡ്സ് ആവുന്നത്, അല്ലെങ്കിൽ നോർമലി എപ്പോഴാണ് പീരീഡ്സ് ആവേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള പീരീഡ്സും ഡെലിവറിക്ക് ശേഷമുള്ള പീരീഡ്സും തമ്മിൽ എന്താണ് ഡിഫറൻസ്, നമുക്ക് ഡെലിവറിക്ക് ശേഷമുള്ള പീരീഡ്സിൻ്റെ ചില വിവരങ്ങൾ എനിക്കറിയാവുന്നത്, അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ ഇപ്പത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മളുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡാണ് ബ്രസ്റ്റ് മിൽക്ക് അഥവാ മുലപ്പാൽ. നമ്മുടെ കുഞ്ഞ് നല്ല പോലെ മുലപ്പാൽ കുടിക്കുന്നുണ്ടെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ നമുക്ക് പീരീഡ്സ് ഉണ്ടാവില്ല. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അതാണ് നമുക്ക് മുലപ്പാലിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായെങ്കിൽ നമുക്ക് പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ടൊരു ഹോർമോൺ ഉണ്ടാവില്ലേ, അതിൻ്റെ എണ്ണത്തിന് ഈ ഹോർമോൺ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞ് എത്രത്തോളം നന്നായിട്ട് പാല് കുടിക്കുന്നോ അതനുസരിച്ച് നമുക്ക് പീരീഡ്സ് ആവാനുള്ള ചാൻസും കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പീരീഡ്സ് ആകുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ചിരിക്കും. എന്നാൽ കുഞ്ഞ് എത്രത്തോളം നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പെട്ടെന്നൊന്നും പീരീഡ്സ് ആവില്ല എന്ന്. പ്രത്യേകിച്ച് നമ്മൾ പെൺപിള്ളേർക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഈ പീരീഡ്സ് എന്ന് പറയുന്നത്. ഓരോ മാസവും പീരീഡ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ എന്നൊരു ആശ്വാസവും, പീരീഡ്സ് അടുക്കാറാവുമ്പോൾ അയ്യോ അത് വരാൻ പോവാണല്ലോ എന്ന പേടിയായിരിക്കും നമ്മൾ കൂടുതൽ ആൾക്കാർക്കും. നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 6 മാസം തൊട്ട് നമ്മൾ ഈ സോളിഡ് ഫുഡ് കൊടുത്തു തുടങ്ങാൻ തുടങ്ങത്തില്ലേ, അപ്പം അതിൻ്റെ കൂടെ നമ്മളൊക്കെ വീട്ടിൽ ഇച്ചിരി വെള്ളവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ ഉള്ളതുകൊണ്ട് ഈ ഫുഡും വെള്ളവും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഞ്ഞിന് എന്ത് ചെയ്യും, വിശപ്പ് കുറയും, കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നത് കുറയും. അങ്ങനെ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നത് കുറയുന്നതിലൂടെ നമുക്ക് പീരീഡ്സ് വരാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫീസിൽ പോകുന്ന അമ്മമാരാണ് എങ്കിൽ കുഞ്ഞുങ്ങൾ വീട്ടിലായിരിക്കും. അപ്പോൾ ഡേ ടൈമിൽ നിങ്ങൾ ഫീഡ് ചെയ്യുന്നേ ഉണ്ടാവില്ല. അങ്ങനെ ഫീഡ് ചെയ്യാത്തവരിലും ഈ പീരീഡ്സ് ആവുന്ന ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് വരെ പശുവിൻ്റെ പാല് കൊടുക്കരുത്. അതൊട്ടും കുഞ്ഞുങ്ങൾക്ക് നല്ലതായിരിക്കില്ല. അതുപോലെ തന്നെ 1 വയസ്സ് വരെ നമുക്ക് കുറച്ച് വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ മതി. ബാക്കി സമയത്തൊക്കെ മാക്സിമം നിങ്ങൾ വീട്ടിലുള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തന്നെ കൊടുക്കുക. അങ്ങനെ മുലപ്പാൽ നിങ്ങൾ 1 വയസ്സ് വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രമാണ് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ മുലപ്പാലാണ് കൊടുക്കുന്നതെങ്കിൽ 1 വയസ്സ് വരെ നിങ്ങൾക്ക് പീരീഡ്സ് ആവില്ല. പിന്നെ ചില അമ്മമാർക്ക് എന്ന് വെച്ചാൽ പാല് കുറവായിരിക്കും. അപ്പോൾ 2-3 ദിവസം ചിലപ്പോൾ പാല് കൊടുക്കില്ല. അപ്പോൾ ഫോർമുല മിൽക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചില അമ്മമാരെന്ന് വെച്ചാൽ ഫോർമുല മിൽക്കും ഈ ബ്രസ്റ്റ് മിൽക്കും മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്യാന്ന് വെച്ചാൽ കൂട്ടിക്കലർത്തിയെന്നല്ല. ഇപ്പോൾ ഒരു നേരം ബ്രസ്റ്റ് മിൽക്ക് കൊടുത്താൽ അടുത്ത വട്ടം കുഞ്ഞിന് ചിലപ്പോൾ ഫോർമുല മിൽക്ക് ആയിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയുള്ള അമ്മമാർക്കും പീരീഡ്സ് ആവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. ആദ്യം തൊട്ട് പാല് കുറവാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഫോർമുല മിൽക്ക് മിക്സ് ചെയ്തോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കൊടുക്കുന്ന അമ്മമാർക്ക് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് 5 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് പീരീഡ്സ് വരാനുള്ള ചാൻസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് വെക്കുക. എന്നാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഒരു 3 മാസം രാത്രി ഉറങ്ങുകയില്ല. എന്നാൽ അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ രാത്രി നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കളയും. അപ്പോൾ രാത്രി ചിലപ്പോൾ അവർ പാല് കുടിച്ചെന്ന് വരത്തില്ല. അങ്ങനെ രാത്രി കുഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് പാല് കുടിക്കാതിരിക്കുകയാണ് എങ്കിൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പീരീഡ്സ് ആവാനുള്ള ചാൻസും അതിൻ്റെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ 2 മാസത്തിനുള്ളിലൊക്കെ പീരീഡ്സ് വരാറുള്ളൂ. അത് അവരുടെ ഹെൽത്ത് അനുസരിച്ചിരിക്കും. ബാക്കിയുള്ളവർക്കെന്ന് വെച്ചാൽ കുഞ്ഞ് എത്രത്തോളം നന്നായിട്ട് പാല് കുടിക്കുന്നോ അതിനനുസരിച്ച് പീരീഡ്സ് ആവുന്ന ചാൻസും വളരെ വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാണ്
പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള പീരീഡ്സും ഡെലിവറിക്ക് ശേഷമുള്ള പീരീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പീരീഡ്സ് വരുമ്പോൾ ചിലപ്പോൾ നല്ല ഹെവി ആയിട്ടായിരിക്കും ഈ പീരീഡ്സ് വരിക. നല്ലപോലെ ബ്ലഡ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് മുന്നേ നല്ല പെയിൻ ആയിരുന്നു, ഈ പീരീഡ്സ് ആകുമ്പോൾ നല്ല വയറുവേദന നല്ലപോലെ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഡെലിവറിക്ക് ശേഷം വരാൻ പോകുന്ന പീരീഡ്സ് അത്ര പെയിൻ ഉള്ളതായിരിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള പീരീഡ്സ് അധികം വേദന ഇല്ലാത്തതാണ് എങ്കിൽ നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷം നല്ല വേദനയായിട്ടായിരിക്കും ഒരു പക്ഷെ ഈ പീരീഡ്സ് വരുന്നത്. ഇത് പിന്നെ ഓരോരുത്തരുടെ ഹെൽത്ത് അനുസരിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വേദനയായിരിക്കും അല്ലെങ്കിൽ ഇനി വേദന കാണില്ല എന്നും പറയാൻ പറ്റില്ല. പിന്നെ ഉള്ള ഒരു സംഗതിയാണ് ഈ ക്രാമ്പിങ്. അതായത് നമുക്ക് കൊളുത്തി പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നില്ലേ വയറിനുള്ളിൽ. ഇപ്പം നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിൽ അത് കൂടുതലാണ് എങ്കിൽ ഡെലിവറിക്ക് ശേഷം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ കുറവാണ് എങ്കിൽ കൂടാനും സാധ്യതയുണ്ട്. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് എല്ലാ മാസവും കറക്റ്റായിട്ട് പീരീഡ്സ് വന്നുകൊണ്ടിരുന്നവരാണ് എങ്കിലും അല്ല ഇറഗുലറായിട്ട് പീരീഡ്സ് വന്നുകൊണ്ടിരുന്നവരാണെങ്കിലും ഡെലിവറിക്ക് ശേഷം ഒരു പക്ഷേ ആദ്യത്തെ സമയത്തൊന്നും നിങ്ങൾക്ക് നോർമലി എല്ലാ മാസവും കറക്റ്റായിട്ട് പീരീഡ്സ് വരണമെന്നില്ല. ഇറഗുലറായിട്ടായിരിക്കും ഒരു പക്ഷേ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഈ പീരീഡ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ നമുക്കറിയാലോ പീരീഡ്സ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ബ്ലഡ് വരിക എന്നുള്ളത്. നമുക്ക് ഡെലിവറിക്ക് ശേഷം ഒരു പക്ഷേ ഈ വെള്ളം പോലെ ആയിരിക്കില്ല ഈ ബ്ലഡ് വരിക. ചെറിയതായിട്ട് തിക്കായിട്ട് അങ്ങനെയുള്ള രൂപത്തിൽ ഈ പീരീഡ്സ് വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും കേട്ട് പേടിക്കരുത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ എല്ലാവരിലും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ഓരോരുത്തരുടെയും ഹെൽത്ത് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. എന്നാലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഡെലിവറിക്ക് ശേഷം ഹെവി ആയിട്ട് പീരീഡ്സ് വരുമ്പോൾ മറ്റെന്തെങ്കിലും ബ്ലീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് ഓർത്ത് പെട്ടെന്ന് പേടിക്കുകയൊന്നും ചെയ്യരുത്. ഇതൊക്കെ നോർമലാണ്. ആദ്യത്തെ ആ സമയത്ത് പെട്ടെന്ന് ഇപ്പം നമ്മൾ കുറേ ദിവസം കൂടിയിട്ട് കുറേ മാസങ്ങൾ കൂടിയിട്ടായിരിക്കും നമ്മളിപ്പോൾ പീരീഡ്സ് കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഇത് ഹെവി ആയിട്ട് വരികയോ അല്ലെങ്കിൽ ഭയങ്കര പെയിനായിട്ട് തോന്നുക അല്ലെങ്കിൽ ഭയങ്കര ക്രാമ്പിങ് അങ്ങനെയുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിക്കൊന്നും ചെയ്യരുത്. ഇത് നോർമലാണ്. റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോഴത്തെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പം തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.